നെസ്ലിന്റെ ഏത് പടം എടുത്താലും മാത്യു ഉണ്ടല്ലോ, നിങ്ങൾ ഒന്നെടുത്തൊന്നും അതെന്താ മോശമാണോ? അച്ഛാ ഉണക്കഥ പറയുക. ഞാൻ ഇന്റർവ്യൂ എടുക്കാൻ വന്നപ്പോ തന്നെ മസ്താനി ആയിരുന്നു ആങ്കർ എന്ന് പറഞ്ഞപ്പോ തന്നെ ഭയങ്കര ത്രില്ഡ് ആയിട്ടാണ് വരുന്നത്. ഇവിടെ വന്നപ്പോ തുടങ്ങി മസ്താനിയുടെ ഓരോ ക്വസ്റ്റ്യനിലും ഞാൻ ഇംപ്രസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ആ ക്വസ്റ്റ്യൻസിന്റെ ക്വാളിറ്റി മനീഷ് നാരായണനോട് കിടപിടിക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു എല്ലാം. ഞാൻ എന്ത് ചെയ്തിട്ട് എനിക്ക് മാത്രം ഇങ്ങനെ കിട്ടി? വളരെ രസമുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. 20 മിനിറ്റിൽ ഈ ഇന്റർവ്യൂ തീരല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതല്ല ഉദ്ദേശം, ഞാൻ മാറി. ഇപ്പൊ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഒരുപാട് ആരാധകരെ ഏറ്റെടുക്കും. പക്ഷെ എന്നാൽ പോലും ഈ വരുന്ന വിമർശനങ്ങളും അല്ലെങ്കിൽ അതിനോടൊക്കെ മീനാക്ഷി എങ്ങനെ പ്രതികരിക്കും? ഞാൻ പ്രതികരിക്കാനേ നിൽക്കുന്നില്ല. അപ്പൊ പ്രശ്നം തീർന്നല്ലോ. 2 കൈ കൂട്ടിയിടിച്ചല്ലേ സൗണ്ട് വെക്കണം. ഒരു കൈ അവിടെ നിന്ന് അടിച്ചോട്ടെ, സൗണ്ട് വെക്കുന്നുണ്ടോ? ഇല്ലല്ലോ. പോയിന്റ്. ഓൺലൈൻ മീഡിയ തുടങ്ങിയ കാലം തുടങ്ങി കേൾക്കുന്ന ക്വസ്റ്റ്യൻ എന്തെങ്കിലും ഒരു മാറ്റം. ഈ പ്രശ്നത്തില് ഈ ബ്രോക്കർ വിലായത് ഒരു തീരുമാനം പറയാം. ഇന്നത്തോടു കൂടി ഞാൻ ഈ ഫീൽഡ് വിടാം. തൃപ്തിയായി സാറേ, എനിക്ക് സന്തോഷായി. ഞാനൊന്ന് കിടക്കട്ടെ. ഞാൻ പോയി വരട്ടെ മക്കളെ. 2-ാം തീയതി വരാം. ഏത് മാസം? എല്ലാ മാസവും 2-ാം തീയതി ഉണ്ടല്ലോ. എന്തോ ഒന്ന് മറന്ന പോലെ. എനിക്കുള്ളതാണോ? അതെ, എനിക്ക് വേഗം തന്നോ, മറക്കണ്ട. തന്നെ ഇപ്പഴെനിക്ക് സമാധാനായി.